ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വൺ പീസിലെ വൺ ഓഫ് ദ ലെജൻഡറി പൈററ്റാണ് ഗോൾഡി റോജർ അഥവാ ഗോൾഡ് റോജർ. വൺ പീസ് എന്ന അതുല്യ ട്രഷർ കണ്ടെത്തിയ റോജർ പൈററ്റ്സിൻ്റെ ക്യാപ്റ്റൻ. പൈററ്റ് കിങ് എന്ന ടൈറ്റിൽ സ്വന്തമാക്കിയ ഈ മനുഷ്യനെ വെല്ലാൻ ഇതുവരെയും വൺ പീസ് വേൾഡിൽ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം പവർഫുള്ളായ ഈ ഒരു മനുഷ്യനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈസ്റ്റ് ബ്ലൂവിനടുത്തുള്ള ലോഗ് ടൗണിലാണ് റോജറിൻ്റെ ജനനം. എന്നാൽ അതേ ടൗണിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവും. അതിന് കാരണമായതോ തന്നെ വിടാതെ പിടിച്ച ഒരു രോഗവും. അതിനാൽ മറ്റു വഴിയില്ലാതെ തൻ്റെ ക്രൂ ഡിസ്ബാൻഡ് ചെയ്യുകയും മറൈൻസിന് കീഴടങ്ങുകയും ചെയ്തു. എന്നാൽ തൻ്റെ എക്സിക്യൂഷൻ വേദിയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ കേൾക്കെ അന്ന് റോജർ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. താൻ കണ്ടെത്തിയ വൺ പീസ് എന്ന ട്രഷർ സത്യമാണെന്നും അതിന് നിങ്ങൾക്കുള്ളതാണെന്നും പോയി കണ്ടെത്തിക്കോളൂ എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ. ആ എക്സിക്യൂഷൻ വേദിയിൽ റോജർ മരിക്കുമ്പോൾ റോജർ തുടങ്ങിവെച്ചത് ഒരു ഗ്രേറ്റ് പൈററ്ററിയായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരാൾക്കും ആ ഒരു ടൈറ്റിൽ സ്വന്തമാക്കാനോ ആ ഐലൻഡ് കണ്ടെത്താനോ ഇതുവരെയും ആരെക്കൊണ്ടും സാധിച്ചില്ല. അതിനാൽ വൺ പീസ് വേൾഡിലെ ഒരേ ഒരു പൈററ്റ് കിങ്ങായി ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് റോജർ. റോജറിന്റെ ഫാമിലിയെ പറ്റി നോക്കിയാൽ പോർട്ടഗസ്റ്റി റോഗ് എന്ന സ്ത്രീയാണ് ഭാര്യ, മകൻ പോർട്ടഗസ്റ്റി എയ്സ്. തൻ്റെ ജീവിത സാഹചര്യം വളരെ മോശമായതിനാൽ ഭാര്യയോ മകനെയോ തനിക്ക് ഒരിക്കൽ പോലും സംരക്ഷിക്കാൻ സാധിച്ചില്ല. അതിനാൽ ഒരു ഹസ്ബൻഡ് എന്ന നിലയിലും ഒരു ഫാദർ എന്ന നിലയിലും റോജർ അമ്പെ പരാജയമായി. എന്നാൽ ആ ഒരു കാര്യത്തിൽ റോക്സ് വേറെ ലെവൽ തന്നെയായിരുന്നു. എനിവേ, തൻ്റെ ചെറുപ്പകാലത്തിൽ ആ ലോകത്തിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ഇറങ്ങിത്തിരിച്ച റോജർ ആദ്യമായി പരിചയപ്പെട്ട വ്യക്തിയാണ് റെയ്ലി. റെയ്ലിയുടെ ഒപ്പം ഒരു കുഞ്ഞു ബോട്ടിൽ യാത്ര തുടങ്ങിയ റോജറിന് ടോംസാൻ മൂലം ഒറോ ജാക്സൺ എന്ന ഗംഭീര കപ്പൽ നിർമ്മിച്ചു കിട്ടുന്നു. യാത്രയുടെ ദൂരം കൂടുന്തോറും കപ്പലിലുള്ള തൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ എണ്ണവും കൂടി. പോണിഗ്ലിഫ്സിനെ പറ്റി മനസ്സിലാക്കിയ റോജർ അത് വായിക്കാൻ അറിയുന്ന ഒരാളെ അന്വേഷിക്കുന്ന നേരമാണ് വൈറ്റ് ബിയർഡിൻ്റെ ഒപ്പം വാനു ഐലൻഡിൽ നിന്നുള്ള ഒരു സാമുറായി ഉണ്ടെന്ന് അറിയുന്നത്. ഓടനെ കണ്ടുമുട്ടിയതിനു ശേഷം പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് പോണിഗ്ലിഫ്സുള്ള എല്ലാ ഐലൻഡിലും പോവുകയും പോണിഗ്ലിഫ്സിലുള്ള ചരിത്രങ്ങൾ മനസ്സിലാക്കി അവർ ലാസ്റ്റ് ഐലൻഡിൽ എത്തുകയും ചെയ്തു. എന്നാൽ ആ ലാസ്റ്റ് ഐലൻഡിൽ എത്തിയ റോജറും സംഘവും എന്തിനാണ് അട്ടഹസിച്ച് ചിരിച്ചത് എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. 54 വയസ്സിനിടയ്ക്ക് 3 തവണയാണ് റോജർ ഗ്രാൻഡ് ലൈനിൽ കൂടി സഞ്ചരിക്കുന്നത്. എന്നാൽ അന്നെല്ലാം പോയപ്പോൾ പോണിഗ്ലിഫ്സിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കാത്തതിനാൽ ആ ദൗത്യം പരാജയപ്പെട്ടു. എന്നാൽ പിന്നീടാണ് ഓർഡനുമായി അവർ പോകുന്നതും പോണിഗ്ലിഫ്സിനെ പറ്റി മനസ്സിലാക്കുന്നതും. അതിനാൽ ഡീക്ലാൻ മെമ്പേഴ്സിൽ പോണിഗ്ലിഫ്സിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്ന ഒരേ ഒരാളാണ് റോജർ. ജോയ്ബോയുടെ തന്നെ ഒരു ഫാൻ ബോയ് ആയ റോജർ എപ്പോഴും ഒരു സ്ട്രോ ഹാറ്റ് വെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇത് തൻ്റെ ഡ്രീമിനെയാണ് റിസംബിൾ ചെയ്യുന്നത്. അത് പിന്നീട് ഷാങ്ക്സിന് നൽകുകയും ഷാങ്ക്സിലൂടെ ലൂഫിയിലേക്ക് എത്തുകയും ചെയ്തു. ലൂഫിയുടെ സെയിം ക്യാരക്ടർ തന്നെയാണ് റോജറും. റോജറിന്റെ സമയത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും സാധിച്ചിരുന്നില്ല. റോജറിനോട് ടൈ ആയിട്ട് നിൽക്കുന്നത് 3 പേർ മാത്രമാണ്. അത് ഗാർപ്പും വൈറ്റ് ബിയർഡും റോക്സും ഒക്കെയാണ്. ബാക്കി ഒരാൾക്കും റോജറിനോടോ തൻ്റെ ക്രൂ മെമ്പേഴ്സിനോടോ എതിർത്ത് നിൽക്കുക എന്നത് സ്വപ്നം മാത്രം. വെറും ഹാക്കി മാത്രം ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുന്ന റോജർ 3 ടൈപ്പ് ഹാക്കിയും മാസ്റ്റർ ചെയ്ത വ്യക്തിയാണ്. മാങ്ക വായിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗോഡ് വാലിയിൽ റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ റോജറിന്റെ വകയുള്ള ഹാക്കി എന്തായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും. അതിലൂടെ ആ മനുഷ്യന്റെ പവർ ലെവൽ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ. 900 വർഷങ്ങൾക്ക് മുമ്പ് വോയിഡ് സെഞ്ചുറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നുവെന്ന് മനസ്സിലാക്കിയിട്ടും അത് റോജർ തുറന്നു പറഞ്ഞത് വൈറ്റ് ബിയർഡിനോട് മാത്രമാണ്. ബാക്കി ആ വേൾഡിലുള്ളവരിൽ നിന്നും മറച്ചുവെച്ചു. പകരം നിങ്ങൾ കണ്ടെത്തിക്കോളൂ എന്ന് മാത്രം പറഞ്ഞു. ഇതിലൂടെ റോജറിന് ചെയ്യാൻ സാധിക്കാത്ത ഒരു ലക്ഷ്യം നിറവേറ്റാൻ ഒരാൾ ഫ്യൂച്ചറിൽ വരുമെന്നുള്ളത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ലാഫ്റ്റെയിലിൽ വെച്ച് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് റോജർ പറയുന്നത് ഇങ്ങനെയാണ്: ജോയ് ബോയ്, നിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഈ ഒരു വാചകത്തിലൂടെ ലൂഫി ആ വേൾഡിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നോർത്ത് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. റോജർ എല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞിട്ടും വേൾഡ് ഗവൺമെൻറ് അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു. എന്നാൽ മോർഗൻ മൂലം ലോകമെമ്പാടും അതറിഞ്ഞു. അതിലൂടെ വൺ പീസ് വേൾഡിലെ ഹയസ്റ്റ് ബൗണ്ടിയുള്ള ഒരേ ഒരു പൈററ്റായി റോജർ മാറി. റോജറിനെ പോലെയാണ് തൻ്റെ ക്രൂ മെമ്പേഴ്സും. ഏതൊരു കാര്യത്തിനിറങ്ങിയാലും അത് പൂർത്തീകരിക്കാതെ അവർ മടങ്ങില്ല. സ്ട്രോ ഹാറ്റ് ക്രൂവിലെ ലൂഫി, സൊറോ, സാഞ്ചി എന്നിവരെ പോലെയാണ് റോജറും റെയ്ലിയും ഗബാനുമൊക്കെ. അവസാന കാലത്ത് തൻ്റെ മകനെയോ ഭാര്യയെയോ സംരക്ഷിക്കാൻ പറ്റാത്തതിൽ നല്ല കുറ്റബോധം റോജറിനുണ്ടായിരുന്നു. ഒരുപക്ഷെ തൻ്റെ മകനെ സംരക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഗാർപ്പിൻ്റെ അടുത്ത് തൻ്റെ മകനെ കണ്ടെത്തിയാൽ അവനെ സംരക്ഷിക്കണേ എന്ന് ഗാർപ്പിനോട്
പറയുന്നത്. അതിനാൽ എല്ലാം നേടിയിട്ടും ഒന്നും സംരക്ഷിക്കാൻ സാധിക്കാത്തവനെ പോലെ മരിക്കേണ്ടി വന്ന ഒരാൾ കൂടിയാണ് റോജർ. എനിവേ, റോജർ തുടങ്ങി വെച്ച ഈ ഗ്രേറ്റ് പൈററ്റ് എറ എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് എന്ന് കാണാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.